അപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ആ നിമിഷം തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന സ്പോർട് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. പോറ്റി പരാതി കൊടുത്തെന്നും ആ പരാതിയിൽ എന്നെ പ്രതിയാക്കിയിട്ടുണ്ടെന്നും അല്ലെങ്കിൽ എന്നെ പറ്റിയാണ് പരാതിയെന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു വാർത്ത ചാനലുകൾ ബ്രേക്ക് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചത്. യഥാർത്ഥത്തിൽ ഇന്നലെ അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ ഈ ഏതോ ഒരു ആ പ്രതിഭയോടൊപ്പം ഞാനും കൂടെ ഏതോ ഒരു ഗൂഢാലോചന നടത്തിയാണ് ഈ പ്രതിഭ എന്ന സ്ത്രീ ഈ പോറ്റിക്കെതിരായിട്ട് SIT ഒരു പരാതി കൊടുത്തതെന്നാണ് പോറ്റിയുടെ പരാതി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. പോറ്റിയുടെ പരാതി വരുന്നത് വരെ യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാകാതെ ഞാൻ വല്ലാത്ത വിഷമത്തിലായിരുന്നു. കാരണം ഈ ചാനലുകൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്, പക്ഷേ ആരാണ് ഈ പ്രതിഭയെന്ന് എത്ര തന്നെ ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ സാമ്പത്തിക വിഷയത്തിൽ എൻ്റെ ജീവിതകാലത്തിനിടയിൽ ഞാൻ ഇടപെട്ടതായിട്ട് ഞാൻ ഓർക്കുന്നതുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് 2024 തുമ്പ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ പ്രതിഭ എന്ന വനിതയുമായിട്ട് സാമ്പത്തിക കാര്യത്തിൽ പ്രശ്നങ്ങളുള്ള ആളുകളെല്ലാം വിളിച്ചു ചേർത്ത് എൻ്റെ മധ്യസ്ഥതയിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കി എന്ന് പോറ്റി പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോഴത്തേക്ക് പ്രതിഭ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. അവർ എൻ്റെ നിയോജക മണ്ഡലത്തിൽ തന്നെ കുളത്തൂരിനടുത്ത് ആറ്റിൻകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ വട്ടിയൂർക്കാവ് MLA ആയിട്ടുള്ള പ്രശാന്തിൻ്റെ അമ്മാവൻ, ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള മുൻ കൗൺസിലറൊക്കെ ആയിട്ടുള്ള രാജൻ താമസിക്കുന്ന വീട്ടിനടുത്ത് ഒരു സ്കൂൾ നടത്തിയിരുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. 2024 പോട്ടെ, ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 5 വർഷം ഞാൻ മന്ത്രിയായിരുന്നു, 5 വർഷം MLA ആണ്. ഈ 10 വർഷത്തിനിടയിൽ ഒരു പോലീസ് സ്റ്റേഷനിലും ഞാൻ പോയിട്ടില്ല. തുമ്പ പോലീസ് സ്റ്റേഷനിലും പോയിട്ടില്ല, കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഞാൻ പോയിട്ടില്ല. തുമ്പ പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടത് പുതിയ പോലീസ് സ്റ്റേഷൻ്റെ ഉദ്ഘാടന വേളയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൽ ഒത്തിരി പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത സന്ദർഭത്തിൽ സ്ഥലം MLA അവിടുത്തെ ശിലാഫലകം അൺവീൽ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പോലീസ് സ്റ്റേഷനിൽ ആ ചടങ്ങിൽ മാത്രമാണ് ഞാൻ പോയിട്ടുള്ളത്. ഞാൻ പോലീസ് സ്റ്റേഷൻ പോയിട്ടേ ഇല്ല. ഞാൻ ആരുടെയും ഒരു സാമ്പത്തിക വിഷയത്തിലും ഇടപെട്ടിട്ടില്ല. ഞാൻ ഇന്നലെ പോലീസ് സ്റ്റേഷൻ വിളിച്ച് ചോദിച്ചു, 2024 23 ഇനി ഏതെങ്കിലും ഒരു കാലത്ത് സാമ്പത്തിക വിഷയവുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ അവിടെ വിളിച്ചിട്ടുണ്ടോ, ഞാൻ അവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കൊരു ഓർമ്മയില്ല. 24 അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ പോറ്റി എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ലഭിക്കുന്നതിന് വേണ്ടി, വാർത്ത ഇടുന്നതിന് വേണ്ടി ഒരു പെറ്റീഷൻ ചീഫിന് കൊടുത്തു, പോലീസ് ചീഫിന് കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ച് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. ആ മനസ്സിലായ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന ഒരു അവസ്ഥ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നോ രണ്ടോ ചാനലുകൾ നടത്തിയ അഭിപ്രായ സർവേയിലൊക്കെ തന്നെ ഇടതുപക്ഷത്തിന് മുൻകൈയെന്നോ അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകമായിട്ടുള്ള മുൻകൈയോ ഒക്കെ ഉണ്ടെന്ന് ഈ ചാനലുകളുടെ അഭിപ്രായ സർവേ ഈ അടുത്ത ദിവസങ്ങളിൽ വരികയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ എന്നെ അപമാനിക്കാൻ നമ്മുടെ സ്നേഹിതന്മാരിൽ ആരെങ്കിലും ഒരാൾ നടത്തിയ ഒരു നീചമായ ഗൂഢാലോചനയായിട്ട് മാത്രമേ പോറ്റിയുടെ ഈ പരാതിയെ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. അത് ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോടിപ്പോൾ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം ആരായിരിക്കും പോറ്റിയെ കൊണ്ട് ഇത്തരമൊരു വ്യാജ പരാതി കൊടുപ്പിച്ചതിൻ്റെ പിന്നിലുള്ളത് എന്ന്. നിങ്ങൾ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവില്ല. ഞാനിപ്പോൾ തൽക്കാലം ആ പരാതി കൊടുപ്പിക്കുന്നതിന് പിന്നിൽ നിന്ന ആളുകളെക്കുറിച്ചൊന്നും പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും സന്ദർഭം വരുമ്പോഴത്തേക്ക് ഞാനത് പറയുക തന്നെ ചെയ്യും. അത് പിന്നീടൊരു അവസരത്തിലാവട്ടെ.
ഈ പരാതിക്കകത്ത് ചില കാര്യങ്ങൾ പോയിട്ട് പറയുന്നുണ്ട്. അതിൽ 2 കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് പറയുന്നത്. ഒന്ന്, പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരാതിക്കാരിക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു എന്ന്. അവർക്ക് സാമ്പത്തികമായിട്ട് വലിയ പ്രയാസമല്ലേ, കുറച്ചൊന്ന് ഇളവ് കൊടുത്തൂടെ എന്ന് ഞാൻ ചോദിച്ചു എന്നും, ഞാനും സാമ്പത്തികമായിട്ട് വലിയ പ്രയാസത്തിലാണ് സർ, എനിക്ക് ഇളവ് കൊടുക്കാൻ പറ്റില്ല എന്ന് അയാൾ പറഞ്ഞുവെന്നാണ് എന്നെ പറ്റിയുള്ള ഒരു പരാമർശം. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിലും പോയിട്ടില്ല, ഒരു പരാതിക്കാരിയുടെയും സാമ്പത്തിക പ്രശ്നത്തിൽ ജീവിതത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലം സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പരാതിയുമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോലും ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ ആകെ നമ്മുടെ പാർട്ടി സഖാക്കളെ കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പ്രദേശത്തെ ഞങ്ങളുടെ പാർട്ടി സഖാക്കളെ കാണുക, അവരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇടപെട്ട് പരിഹാരം കാണുക എന്ന് പറഞ്ഞ് പാർട്ടി സഖാക്കളുടെ അടുക്കൽ മാത്രമേ ഞാൻ അയച്ചിട്ടുള്ളൂ. പാർട്ടി സഖാക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് പറയുന്ന ആളെ ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഇന്നലെ ഈ വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാമായിരുന്നു, എന്തിനാണ് ഒരാളിൻ്റെ മുഖത്ത് ഇങ്ങനെ കരുതയ്ക്കാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഒരു പ്രയോജനം? ഇങ്ങനെ ഒരു വാർത്ത ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏതായാലും അറിഞ്ഞോ അറിയാതെയോ പോറ്റിക്ക് പരാതി എഴുതി കൊടുത്തവൻ തുമ്പ പോലീസ് സ്റ്റേഷനിൽ വെച്ച് 2024 എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ തുമ്പ പോലീസ് സ്റ്റേഷൻ ഒന്ന് വിളിക്കാം. ഇങ്ങനെ 2024 കടകംപള്ളി സുരേന്ദ്രൻ MLA ആ പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും ആവശ്യത്തിനായിട്ട് വന്ന് കയറിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഈ സ്ത്രീയെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് അവിടെ അറിയാൻ വഴിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവർ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ പെട്ടപ്പോൾ പോലീസിൽ ധാരാളം ആളുകൾ പരാതി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവരറിയാൻ സാധിക്കുന്നതാണ്. അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കടകംപള്ളിയുടെ മുഖത്ത് കരിതാക്കിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ മതിയായിരുന്നു. നിങ്ങൾ ഇന്നലെ ഇങ്ങനൊരു വാർത്ത കിട്ടിയ സമയം മുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? നിങ്ങൾ ഇതിനൊന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് വിശേഷമാണുള്ളത്? എനിക്ക് ഈ സ്ത്രീയെ അതിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഏതാണ്ട് കുറച്ച് സമയം ഈ പരാതി യഥാർത്ഥത്തിൽ അയാളുടെ തന്നെ വക്കീല് സീനിയറായിട്ടുള്ള ഒരാളിനെ സമീപിച്ച് ഇങ്ങനെ എന്ത് പരാതിയാണ് കൊടുത്തത്, ആ പരാതിയുടെ ഒരു കോപ്പി എനിക്കൊന്ന് ലഭ്യമാക്കാമോ എന്ന് ചോദിച്ച് അങ്ങനെ ആ പരാതി കിട്ടിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ എൻ്റെ ജീവൻ വീണത്. എന്താ വെച്ചാൽ ഇത് ആരാണ്? ഏത് സ്ത്രീയാണിത്? നമുക്ക് പരിചയമില്ലാത്തതായിട്ടുള്ളൊരു പേര്. എനിക്ക് ആകെ പ്രതിഭയെ പരിചയമുള്ളത് പ്രതിഭ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ, അല്ലാതെ വേറൊരു പ്രതിഭയെ എനിക്ക് അറിയില്ല. പക്ഷേ പരാതിക്കകത്ത് വായിച്ചു നോക്കിയപ്പോൾ ഒരു സ്കൂൾ നടത്തുന്ന അറ്റുകുഴിയിൽ ഒരു സ്കൂൾ നടത്തുന്ന വനിതയാണെന്നും അവരുടെ വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോറ്റി മേടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമുക്കറിയാവുന്ന വിഷയമേ അല്ല, എനിക്കറിയാവുന്ന കാര്യമേ അല്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്കൂൾ നടത്തുന്ന ആൾക്ക് അങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലരെങ്കിലും എന്നെ സമീപിച്ചിട്ടുണ്ട്, പോലീസ് സ്റ്റേഷൻ വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ അവരോട് പറഞ്ഞ് ഈ പൈസ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി. സാധാരണഗതിയിൽ ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ്. അവർക്ക് അറിയാതെ ചെന്ന് പെട്ടുപോയാൽ ആരുടെ എല്ലാം സഹായം തേടി ആ പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതെല്ലാം അങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് ഞാൻ മന്ത്രിയാണ്, എനിക്ക് അത്തരം പ്രശ്നത്തിൽ ഇടപെടാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. നിങ്ങൾ പോയി ആ പ്രദേശത്ത് ഞങ്ങളുടെ രാജൻ എന്ന് പറയുന്നൊരു നേതാവുണ്ട്, അദ്ദേഹം കൗൺസിലറായിരുന്നു, നല്ല സ്വാധീനമുള്ള ഒരാളാണ്, ഈ സ്കൂളുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളാണ്. ഈ സ്കൂളിൻ്റെ പേര് തന്നെ മോഹൻ മെമ്മോറിയൽ സ്കൂൾ എന്നാണ്. രാജനും മോഹനും തമ്മിൽ അടുത്ത കൂട്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ രാവിലെ ഇന്നലെയാണ് ഞാൻ രാജനോട് ചോദിച്ചപ്പോൾ രാജൻ ആ കാര്യങ്ങൾ പറഞ്ഞത്. രണ്ടുപേരും കൂടെ രാവിലെ നടക്കാൻ പോകുമ്പോഴത്തേക്ക് കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് വെച്ച് നെഞ്ചുവേദന വന്ന് അയാളുടെ കൂട്ടുകാരനായിട്ടുള്ള ഈ മോഹൻ മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ മോഹന്റെ പേരിലാണ് ഈ സ്കൂൾ ആരംഭിച്ചതെന്നും രാജൻ ധാരാളമായിട്ട് ആ സ്കൂളിനെ ഹെൽപ്പ് ചെയ്തിരുന്നു എന്നൊക്കെ രാജൻ പറയുന്നുണ്ട്. പിന്നെ രാജൻ അറിയാതെ തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് ഇടപെടലുകളിൽ അവർ വിട്ടുപോയെന്നും അങ്ങനെ ആ സ്കൂൾ പൂട്ടി പോകേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. ആ വീട് തന്നെ വിറ്റു, പിന്നെ വേറെ ആൾക്ക് വിറ്റു, അങ്ങനെ വിറ്റപ്പോൾ അവിടെ വേറൊരു സ്നേഹിതന്റെ പേരിലാണ് ആ വീട് ഇരിക്കുന്നത്. ഇതൊക്കെ ഇന്നലെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. നിങ്ങളിങ്ങനെ ഒരു വാർത്ത ബ്രേക്ക് ചെയ്തപ്പോൾ അതിന്റെ പിന്നിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ നടത്തിയ പരിശ്രമമാണ്. അതാണ് ഇന്നലെ ചിലർ ഉടൻ തന്നെ ഒരു പ്രതികരണം തരേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കാനായിട്ട് എനിക്ക് അറിയില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും വിജയം കരസ്ഥമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ചിലരാണ് ഈ വ്യാജ പരാതിയുടെയും വ്യാജ വാർത്തകളുടെയും പിന്നിലുള്ളത്. ആളാരാണെന്നല്ല ഞാൻ പിന്നീട് നിശ്ചയമായിട്ട് പറയാം. നിങ്ങൾക്ക് ആളെ നല്ല ബോധ്യമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം.
പരാതി നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിശ്ചയമുണ്ട്. അത് പുണ്യകൃഷ്ണൻ പോറ്റിയോട് തന്നെ ചോദിച്ചാൽ മതി. അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഒരു പരാതി നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നൽകുക മാത്രമാണല്ലോ മാധ്യമങ്ങൾ ചെയ്യുന്നത്. അല്ല, നിങ്ങൾ ആരെങ്കിലും തരുന്നൊരു പരാതി ഞാൻ ചോദിക്കട്ടെ. ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അയാൾ കൊടുത്തത് പിന്നെ പോലീസ് ചീഫിനല്ലേ കൊടുത്തത്. അതെ, ആ പരാതി എടുത്ത് അങ്ങനെ വിളമ്പലാണോ വേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, നിങ്ങളുടെ മുന്നിൽ ആ പരാതിയിൽ ഒരു വഴിയുണ്ട്. എന്താ, പോലീസ് സ്റ്റേഷനിൽ വെച്ച്, തുമ്പ പോലീസ് സ്റ്റേഷനിൽ വെച്ച് MLA സാന്നിധ്യത്തിൽ സാമ്പത്തിക ഇടപാടുകാരുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് മിനിമം ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിക്കാമല്ലോ സ്നേഹിത, ചോദിക്കാമല്ലോ. വിളിച്ചെന്നപ്പോ അവർ പറഞ്ഞോ ഞാൻ അവിടെ ചെന്നിരുന്നു എന്ന്? ആ കാലത്തുണ്ടായിരുന്നവരല്ലെന്നല്ല, അവിടെ ഏത് കാലത്തുണ്ടായിരുന്നവരാണെങ്കിലും അവർക്ക് 5 മിനിറ്റ് കൊണ്ട് അവിടെ വരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു MLA വരികയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ കാലത്തുണ്ടായിരുന്നവർ എല്ലാവരും വേണമെന്നില്ല, കുറച്ച് പേരെങ്കിലും ഉണ്ട്. ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞല്ലോ അങ്ങനെ ഒരു സംഭവമേ നടന്നില്ല എന്ന്. നിങ്ങൾക്കും അറിയാം സംഭവം നടന്നില്ല എന്ന്. നിങ്ങൾ എന്റെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടി ബോധപൂർവ്വം നടത്തിയ ശ്രമ. കുഴപ്പമില്ല, നിങ്ങൾ നടത്തിക്കോ, ഇനിയും പരാതികൾ പലരും തരും. ഈ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ പരാതികൾ തരും. ആ പരാതികളെല്ലാം നിങ്ങൾ എന്റെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഉപയോഗിച്ചോ. ഞാൻ ജനങ്ങളുടെ മനസ്സിലാണ് സ്നേഹിത, നിങ്ങളത് മനസ്സിലായിക്കോ. ഈ കഴക്കൂട്ട മണ്ഡലത്തിലെ എല്ലാ വീടുകളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഞാൻ അവിടെ മനസ്സിലാ. നിങ്ങൾ എത്ര കരിവാരി തേക്കാൻ ശ്രമിച്ചാലും ശരി, അതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്താ ഇതിന്ന് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ തന്നെ പറ. എനിക്ക് യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യം. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാൻ ഈ ഒത്തുതീർപ്പുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പിന്നിലെ ഗൂഢാലോചന എന്താണ്? SIT എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അദ്ദേഹം അതിനകത്ത് ഈ പോറ്റി ഇതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. SITക്ക് എന്തോ ഒരു ഭാഗം പറയുന്നുണ്ട്. SIT എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി നിയോഗിച്ചതായിട്ടുള്ള ഒരു സംവിധാനമാണല്ലോ. സംസ്ഥാന പോലീസ് ചീഫിനോ അല്ലെങ്കിൽ സംസ്ഥാന ആഭ്യന്തര മന്ത്രിക്കോ അവർ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാനൊരു പരാതി കൊടുത്താൽ അല്ലെങ്കിൽ ഞാനൊരു ഗൂഢാലോചന നടത്തിയാൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല പ്രിയമുള്ളവരെ. എനിക്ക് ഇത്ര കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ കണ്ട ഇതുപോലെയുള്ള വാർത്തകൾ സത്യവും വ്യക്തവും കൃത്യവുമായി അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ചുവട് പിടിക്കാതെ. എല്ലാവരും BMTV ന്യൂസ് മറക്കാതെ കാണുക. നന്ദി, നമസ്കാരം.